ഹലോ ഗൈസ്, ഫസ്റ്റാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടെക് സെക്ഷനിൽ പറയാൻ പോകുന്ന 4 കാര്യത്തിനെ കുറിച്ചാണ്. ഒന്ന്, ബിറ്റ് കോയിൻ എന്താണെന്നാണ്. രണ്ടാമത്, ബിറ്റ് കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്, ഇന്ത്യയിൽ ഇത് ചെയ്യുന്നത് ഇല്ലീഗലാണോ ലീഗലാണോ എന്നാണ്. നാലാമത്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പണക്കാരനാവാമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര കാശുള്ളവരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതിൽ ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവും. മിക്കവാറും ഇൻ്റർനെറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ബിറ്റ് കോയിൻ കേട്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെയും പറഞ്ഞിട്ടുണ്ടാവും ബിറ്റ് കോയിൻ്റെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൻഡ്രോയിഡിലൊരു ആപ്പിലാണ്. അതിൽ ഒരു ബിറ്റ് കോയിൻ സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, ഒരു ഗെയിമാണ്. ആ ഗെയിമിലാണ് ഞാൻ ആദ്യമായിട്ട് ബിറ്റ് കോയിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബിറ്റ് കോയിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ ബിറ്റ് കോയിൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസീൻ്റെ ഒരു തരം ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. അപ്പോൾ ബിറ്റ് കോയിൻ മാത്രമേ ഉള്ളൂ ക്രിപ്റ്റോ കറൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ലോകത്തിൽ ഇഷ്ടം പോലെ ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഇപ്പോൾ ബിറ്റ് കോയിൻ, ഡോജി കോയിൻസ്, പിന്നെ ഇലക്ട്രോണിയം, അങ്ങനെ കുറേ ടൈപ്പ് ക്രിപ്റ്റോ കറൻസികളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. അപ്പോൾ ബിറ്റ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്താണ്? നമ്മൾ സാധാ കറൻസി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 100 രൂപ 200 രൂപയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സാധാ കറൻസിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്താണ്? ഇതിൻ്റെ വ്യത്യാസം എന്താണ്? അപ്പോൾ സാധാ കറൻസിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു സെൻട്രലായിട്ടൊരു അതോറിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഈ ക്യാഷൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്രത്തോളം ക്യാഷ് പ്രിൻറ്റ് ചെയ്യണം അതൊക്കെ തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒരു അതോറിറ്റി ഇല്ല. അതായത് ഒരാളുടെ കയ്യിൽ ഇതിനൊരു തീരുമാനം എടുക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇയാളാണ് തീരുമാനിക്കണം ഇത് ഇത്ര കാശ് ഇതിൽ പ്രിൻറ്റ് ചെയ്യണം, ഇന്ന് ഇത്ര കാശാണ് ഇതിൻ്റെ മൂല്യം. ഇതൊന്നും ഒരാളല്ല തീരുമാനിക്കുന്നത്. ഒരാളുടെ കയ്യിൽ ഇതിനൊരു ശക്തിയില്ല. ഇത് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സെൻട്രലായിട്ടൊരു അതോറിറ്റി ഇല്ലെന്ന് പറയണ്ട, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇതിൻ്റെ പിന്നിലില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കില്ലേ? അപ്പോഴാണ് ഇതിൽ പിയർ ടു പിയർ എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ പിയർ ടു പിയർ എന്താണ്? അല്ലെങ്കിൽ P2P. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാകും. നിങ്ങളൊരു ടൊറൻറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പിയർ എന്ന വാക്ക് നന്നായിട്ട് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് ടൊറൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണത് P2P കണക്ഷൻ വഴിയാണ്. P2P എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലായിട്ട്, അതിലും ഇത് തന്നെയാണ്, ഒരു സെൻട്രലായിട്ടൊരു അതോറിറ്റി ഇല്ല. നിങ്ങൾ കുറേ ഗ്രൂപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം ഷെയർ ചെയ്യുന്നതാണ്. അത് വേറൊരു ഇതുവഴി പോകണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലൊരു സാധനം സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഇൻഫർമേഷൻ അടിച്ചിട്ട് ഗൂഗിളിൽ പോയിട്ട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ടൊറൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഒരു നെറ്റ്വർക്കുമായിട്ട് കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ്, ഈ പിയർ ടു പിയർ കണക്ഷൻ എന്ന കോൺസെപ്റ്റാണ് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നന്ദി. പിന്നെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ താഴെ പോയിട്ടൊന്ന് ഞെക്കിയിട്ട് അതിലെ പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ വെച്ചൊരു സാധനം വാങ്ങിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ബിറ്റ് കോയിൻ്റെ വാലറ്റ് വേണം. വാലറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പേഴ്സ്, നമ്മുടെ കയ്യിൽ പേഴ്സില്ലേ, പേഴ്സിൽ നിന്നല്ല നമ്മൾ സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുക, അല്ല കാശ് എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ അതേപോലെ ഓൺലൈൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ ഒരു വാലറ്റ് വയ്ക്കും. അപ്പോൾ ഈ വാലറ്റിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ബിറ്റ് കോയിൻ എടുത്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വാലറ്റിലുള്ള ഒരു ഓപ്ഷനാണ്, നമ്മൾ ബിറ്റ് കോയിൻ ഉപയോഗിച്ച് എന്ത് സാധനം വാങ്ങിച്ചാലും ആ വാലറ്റിനകത്ത് പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് പറയണം ഇത്രയും സാധനം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതായത് ഞാനിപ്പോൾ ഒരു 25 ബിറ്റ് കോയിൻ, അത് ഭയങ്കര കൂടുതലാണ്, എന്നാലും വെച്ച് 25 ബിറ്റ് കോയിൻ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ അത് ഞാൻ അതിനകത്ത് പോയി എഴുതണം, ഞാൻ 25 ബിറ്റ് കോയിന് ഈ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് നമ്മൾ പബ്ലിക്കായിട്ട് പറയണം. അപ്പോൾ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബിറ്റ് കോയിൻ്റെ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബിറ്റ് കോയിൻ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ട്രാൻസാക്ഷൻ ഫുള്ള് ലഭിക്കും. എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്തു എല്ലാം വരും. അപ്പോൾ എത്ര പേരെന്നുള്ളത് കിട്ടും. പക്ഷേ ആരൊക്കെ തമ്മിലാന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, ആ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ ഒരു വലിയ ലിസ്റ്റായിരിക്കും വരിക. അല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ ഇത്ര പോപ്പുലറായത്. കാരണം അതിലിപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനോണിമസ് ആയിരിക്കും. ഇപ്പോൾ ഡാർക്ക് വെബിലൊക്കെ നിങ്ങൾ ബിറ്റ് കോയിൻ വെച്ചാണ് സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ചെയ്യുന്ന ആ സാധനം
നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അത് വെച്ചിട്ട് നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ അനൗൺസ് ചെയ്യുമല്ലോ. ഈ അനൗൺസ് ചെയ്യണതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണ ആരാണ്? ആരെങ്കിലും വേണ്ടേ റെക്കോർഡ് ചെയ്യാൻ? അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അതായത് വോളണ്ടിയേഴ്സ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും വോളണ്ടിയർ ആവാം. അപ്പോൾ അങ്ങനെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരാണ് ഈ ബിറ്റ്കോയിൻ്റെ ഇത് റെക്കോർഡ് ചെയ്യണത്. ഇവരിത്രയും ചെയ്തു എന്നെല്ലാം റെക്കോർഡ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ആ വോളണ്ടിയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനേഴ്സ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിറ്റ്കോയിൻ മൈനേഴ്സ് എന്നൊക്കെ. അപ്പോൾ ആണ് ഈ നമ്മുടെ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ആവാം. അപ്പോൾ ബിറ്റ്കോയിൻ മൈനേഴ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളിങ്ങനെ സാധനം റെക്കോർഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ മൈനേഴ്സ്. അവരപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പേപ്പറാണെന്ന് കരുതിക്കും. ഈ പേപ്പറിനെ ഇതിൽ വിളിക്കുന്ന ബ്ലോക്സ് എന്നാണ്. അപ്പോൾ ഈ ബ്ലോക്സിലാണ് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുക. ഒരു പേപ്പറാണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ പേപ്പറുകൾ ചേർന്നല്ലേ ഒരു ബുക്ക് ഉണ്ടാവുക, ഒരു പുസ്തകം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കുറേ പേപ്പറുകൾ ചേർന്ന് അല്ലെങ്കിൽ കുറേ ബ്ലോക്സ് ചേർന്ന് ഉണ്ടാവുന്ന ഒരു ബുക്കാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിനിലാണ് ഇങ്ങനെ ഫുൾ ഇൻഫർമേഷൻ ഉള്ളത്. എത്ര പേര് ട്രാൻസ്ഫർ ചെയ്തു, എല്ലാ ഇൻഫർമേഷനും ബ്ലോക്ക് ചെയിനിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കുറേ വോളണ്ടിയേഴ്സാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാ ഇതൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ബാങ്കുകളാണ് ഇതെല്ലാം നോക്കണല്ലേ, എത്ര പേര് ട്രാൻസ്ഫർ ചെയ്തു, ഇതൊക്കെ ബാങ്കുകളാണ് നോക്കണത്. അപ്പോൾ നമുക്ക് ഈ ഫ്രോഡുകളൊക്കെ ഇത് ചെയ്യാം. പക്ഷേ അപ്പോൾ ഇതിനകത്ത് ഫ്രോഡുകളൊക്കെ നടക്കുകയാണെന്ന് എങ്ങനെ അവർ നോക്കും? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുന്ന ഒരു കാര്യമാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ അവർക്ക് മനസ്സിലാവും? ഞാൻ വെറുതെ എഴുതാമല്ലോ, എനിക്ക് ഒരു അക്കൗണ്ട് നമ്പർ ഞാൻ എടുത്തിട്ട് ആ അക്കൗണ്ട് നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞ് വെറുതെ എനിക്ക് എഴുതാമല്ലോ. അതെങ്ങനെ അവർക്ക് മനസ്സിലാവും? അപ്പോൾ ഇത് മനസ്സിലാക്കണ ഇതിലാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്നൊരു ടേം വരിക. അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രഫി എന്നൊരു ടേമിൽ നിന്നാണ് ക്രിപ്റ്റോ കറൻസി എന്ന വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രഫി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാലറ്റ് എടുക്കില്ലേ, വാലറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് 2 കോഡ് കിട്ടും. ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പേഴ്സണൽ കീ ആണെന്ന് വെച്ചു. ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കീ ആണെന്ന് വയ്ക്കും, ഒരു താക്കോലാണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഈ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. ഈ താക്കോലിൻ്റെ ഒരു കോപ്പി കുറേ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ വോളണ്ടിയേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വോളണ്ടിയേഴ്സിലുള്ള കോപ്പീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് ഉപയോഗിച്ച് ഒന്നും തുറക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള താക്കോൽ വെച്ച് നമുക്കെല്ലാം തുറക്കാം. അപ്പോൾ ഈ കീ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്, ഞാൻ ഇത്ര ഈ അക്കൗണ്ടിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ താക്കോൽ ഉപയോഗിച്ച് ഒരു സൈൻ ഇട്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ താക്കോലിൻ്റെ ഒരു അടയാളം അതിൽ കൊടുത്തു ഞാൻ. അപ്പോൾ ഈ താക്കോലിൻ്റെ അടയാളം കൊടുത്തു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ മൈനേഴ്സ്, അവർ ഇത് റെക്കോർഡ് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ നമ്മുടെ ഒരു കോപ്പി ഉണ്ടെന്ന് ആലോചിക്കണം. ആ കോപ്പി വെച്ച് അവർ കമ്പയർ ചെയ്യും, ഇത് ഒറിജിനൽ ആൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചാണ് അവർ ഇത് കറക്റ്റായിട്ട്, ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഈ മെത്തേഡ് വെച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ താക്കോൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു താക്കോലുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു ട്രാൻസ്ഫർ ഇങ്ങനെ ഒരു സ്ഥലത്ത് വോളണ്ടിയർമാർ റെക്കോർഡ് ചെയ്യല്ലേ. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടൈമിനൊരു പ്രത്യേകത ഉണ്ടല്ലേ. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ ഒരു കാശ് ചിലവാക്കി കഴിഞ്ഞ് ഓൺലൈനിലാണെന്ന് ചോദിച്ചു, ഞാൻ കാശ് ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ ബാങ്കുകാർ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തു. ഒരു പക്ഷേ ബാങ്കുകാർ റെക്കോർഡ് ചെയ്തില്ലെങ്കിലോ, ഞാൻ ഒരു 10 രൂപ ചിലവാക്കി, എൻ്റെ കയ്യിൽ ഇപ്പോഴും 10 രൂപ ബാലൻസ് ഉണ്ട്, ബാങ്കുകാർ അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും 10 രൂപ ചിലവാക്കുന്നതാണ്. അപ്പോൾ ഈ ടൈമിലൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ 10 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരറിയണം 10 രൂപ ആയെന്ന്. അപ്പോൾ ഈ ഒരു ഇത് സോൾവ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമാണല്ലേ. ഇത് കുറേ വോളണ്ടിയേഴ്സാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതെങ്ങനെ അവർ സോൾവ് ചെയ്തു? അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇവർ ഈ പ്രശ്നം സോൾവ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മൈനറാണെന്ന് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യണം, അതായത് കുറേ ഇത് കണ്ടിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകണമെങ്കിൽ ഇതിനൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു മൈനറായാൽ മാത്രം പോരാ, ആ കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കണ ആരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഒരു കോഡ് ക്രാക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കോഡ് ക്രാക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഉണ്ടാവും, ഒരു കണക്കിലൊരു പ്രോബ്ലം ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 256 ബിറ്റ് ഹാഷ് ഫയൽ എന്ന് പറയാം. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം ആരാണ് ആദ്യം സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ കമ്പ്യൂട്ടറാണ് ആദ്യം സോൾവ് ചെയ്യുന്നത്, അവർക്കാണ് അവകാശം ഇത് റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അവർക്ക് ഈ സ്പീഡിൻ്റെ ഒരു കാര്യം എക്സ്ട്രാ ആയി. എന്ന് പറഞ്ഞാൽ
ആൾക്കാർ എത്രത്തോളം പെട്ടെന്ന് കോഡ് ക്രാക്ക് ചെയ്താലേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പീഡ് എന്ന പ്രോബ്ലം ഒരു പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ 256 ബിറ്റ് ഹാഷ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ആണ്. അപ്പോൾ വേറെ പല ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ക്രിപ്റ്റോ കറൻസിയൊക്കെ ചിലവരൊക്കെ സ്ക്രിപ്റ്റ് കോഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോളണ്ടിയേഴ്സിന് എഴുതാവുന്നതാണ്. അപ്പോൾ ഓരോ ക്രിപ്റ്റോ കറൻസി ഓരോരോ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്, കോഡുകളാണ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ കണക്കിൻ്റെ പ്രോബ്ലങ്ങളാണ് ഉപയോഗിക്കുക. പക്ഷേ അവരുടെ മെയിൻ ആ ഒരു മെത്തേഡ് ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കമ്പ്യൂട്ടറുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇതൊരു ടൈം ബേസ്ഡ് ആണല്ലോ, ഒരു കോമ്പറ്റീഷൻ, മത്സരമാണല്ലോ. അപ്പോൾ മത്സരമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ പേര് ഇതിന് വേണ്ടി നല്ല അടിപൊളി കമ്പ്യൂട്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നല്ല സൂപ്പർ സാധനങ്ങൾ. അത് വെച്ചിട്ട് ഇവർ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കയ്യിലുള്ള സാധാ ലാപ്ടോപ്പും സാധാ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകില്ല. ഇവർ നല്ല അടിപൊളി കമ്പ്യൂട്ടറുള്ളവർ ആദ്യം തന്നെ എല്ലാം സോൾവ് ചെയ്ത് ആദ്യം തന്നെ ഇത് ചെയ്യും. അപ്പോൾ ഈ സോൾവ് ചെയ്യണ ഒരു വോളണ്ടിയേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഒരു വോളണ്ടിയേഴ്സ് അല്ല. ഇവരിങ്ങനെ സോൾവ് ചെയ്യണതിന് ഇവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും. ഇവർക്ക് 12.5 ബിറ്റ്കോയിൻ ഇവരുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. 12.5 ബിറ്റ്കോയിൻ. അപ്പോൾ ഓരോ തവണ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിച്ച് ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് എഴുതാനുള്ള അവകാശം കിട്ടുമ്പോൾ നിങ്ങൾക്ക് 12.5 ബിറ്റ്കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാലറ്റിലേക്ക് വരും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നൊരു റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിറ്റ്കോയിനും ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓരോ ബിറ്റ്കോയിനും ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൾ വിജയിക്കുമ്പോൾ അയാൾക്ക് 12.5 ബിറ്റ്കോയിൻ കിട്ടി എന്ന് പറഞ്ഞാൽ ആ ബിറ്റ്കോയിൻ്റെ എണ്ണത്തിൽ 12.5 എണ്ണം കൂടി. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി പറയില്ലേ, ഇപ്പോൾ സർക്കുലേഷനിലൊരു ലക്ഷങ്ങൾ, ഇത്രയും ലക്ഷങ്ങളുണ്ടെന്ന്. അതേപോലെ ഇതിൽ എത്രത്തോളം അച്ചടിക്കണം അല്ലെങ്കിൽ എത്രത്തോളം ബിറ്റ്കോയിൻ വരണമെന്ന് തീരുമാനിക്കുന്ന മൈനേഴ്സാണ്. അവർ മൈനേഴ്സ് എന്ന് പേരിട്ടാണ്. അതുകൊണ്ട് അവരിങ്ങനെ എന്താ പറയുക, ഭൂമി കുഴിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് അവർക്ക് സ്വർണ്ണം കിട്ടുക. അപ്പോൾ ഒരു ദിവസം അവർക്ക് കിട്ടുമായിരിക്കും, അവരുടെ കമ്പ്യൂട്ടർ ഫാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ 12.5 ബിറ്റ്കോയിൻ കിട്ടും. ഇപ്പോൾ ഈ 12.5 ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണോ? അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇപ്പോൾ എത്ര ബിറ്റ്കോയിൻസ് സർക്കുലേഷനിലുണ്ടെന്നൊക്കെ. നമ്മൾ വെറുതെ ഗൂഗിളിൽ പോയി അടിച്ചാൽ മതി, അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാം ഇൻ്റർനെറ്റിൽ കിടക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ഈ താക്കോലും മറ്റേ സംഭവങ്ങളൊന്നും കിട്ടില്ലെങ്കിലും ബാക്കിയെല്ലാം ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് സാധാ ഒരു പൈസേൻ്റെ വാല്യൂ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ബിറ്റ്കോയിൻ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ കുറേ പ്രശ്നങ്ങളാണെന്നുണ്ട്. അപ്പോൾ ഒരു 2018 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്തു. അപ്പോൾ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ RBI ബാൻ ചെയ്തതല്ലേ, അപ്പോൾ ഭയങ്കര പ്രശ്നമായി. ആ ടൈമിൽ കുറേ പേര് ഇന്ത്യയിൽ ഇതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രശ്നമായി. അപ്പോൾ കുറേ പേര് കേസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കേസൊക്കെ വിജയിച്ച് ഈ വർഷമാണ് സുപ്രീം കോടതിൻ്റെ വിധി വന്നത്. അപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനഫായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല, എവിഡൻസ് കിട്ടിയിട്ടില്ല ഇത് ഇല്ലീഗൽ ആക്കണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ ഒരു ലീഗാലിറ്റിയിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. നിയമവിരുദ്ധമാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും ഞാൻ കുറേ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ നിങ്ങൾക്ക് വാങ്ങിച്ച് കൈ വയ്ക്കാം. അതായത് നിങ്ങൾക്കൊരു ബിറ്റ്കോയിൻ വാങ്ങിക്കണമെങ്കിൽ അത് കയ്യിൽ വാങ്ങിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ആ ബിറ്റ്കോയിൻ കയ്യിലുള്ളത് വിറ്റ് വീണ്ടും പൈസയാക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിറ്റ്കോയിൻ വെച്ച് ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണം, ബിറ്റ്കോയിൻ ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ കടയിൽ പോയിട്ട് ബിറ്റ്കോയിൻ ഉപയോഗിച്ച് അത് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ ലീഗൽ ടെൻഡറായിട്ട് സ്വീകരിച്ചിട്ടില്ല ബിറ്റ്കോയിന്, അല്ലെങ്കിൽ ഏത് ക്രിപ്റ്റോ കറൻസീനെയും ലീഗൽ ടെൻഡറായിട്ട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ എക്സ്ചേഞ്ചുകൾ അലൗഡാണ്. അതായത് നിങ്ങൾക്ക് ഈ ബിറ്റ്കോയിൻ വാങ്ങിക്കാം, അത് തന്നെ വീണ്ടും നമ്മുടെ കറൻസിയിലേക്ക് തന്നെ മാറ്റാം, അതൊക്കെ അലൗഡാണ്. പക്ഷേ ലീഗലായിട്ട് ടെൻഡറായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഇനി അവസാനം വരുന്ന ചോദ്യം, നിങ്ങൾക്ക് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഭയങ്കര പൈസ കിട്ടുമോ, അത് ഭയങ്കര ഇതൊക്കെ നിങ്ങൾ ഭയങ്കര പണക്കാരനൊക്കെ ആകുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊരു മൈനർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കാശൊക്കെ കിട്ടുമോ, അതൊക്കെയാണ് നിങ്ങൾ വരുന്ന അവസാനത്തെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ബിറ്റ്കോയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറയാം. ഒരു 10 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ബിറ്റ്കോയിൻ വാങ്ങിച്ചു. അന്ന് ബിറ്റ്കോയിൻ്റെ വില വെറും 10,000 രൂപയായിരുന്നു. ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബിറ്റ്കോയിൻ കിട്ടും. പക്ഷേ ഇന്ന് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിറ്റ്കോയിൻ്റെ വില 7.5 ലക്ഷമാണ്. അപ്പോൾ അന്നൊരാൾ ഒരു ബിറ്റ്കോയിൻ വാങ്ങിച്ചു, അയാൾക്ക് 10 വർഷം കഴിഞ്ഞപ്പോൾ 7 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ലാഭം വന്നിരിക്കുന്നത് 7,20,000 രൂപയാണ്. അപ്പോൾ
ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണോ അല്ലയോ എന്ന് എനിക്കും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ബിറ്റ് കോയിൻ ഇപ്പോഴും ഈ ലീഗലാണോ ഇല്ലീഗലാണോ അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണ കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ലോങ് ടേമിൽ ഇത് ഭയങ്കര, ഈ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ 10,000 രൂപയായിരുന്ന ഒരു സാധനം ഇപ്പോൾ 7.5 ലക്ഷം വരെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിറ്റ് കോയിന് 12.5 ബിറ്റ് കോയിനാണ് ഒരു മൈനറിന് കിട്ടണമെന്ന് പറഞ്ഞല്ലോ. 12.5 ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കി, 7 ലക്ഷമാണ് ഒരു ബിറ്റ് കോയിൻ. അപ്പോൾ മൈനിങ് ഒരു പരിപാടിയല്ലേ, അപ്പോൾ മൈനിങ് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ മൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ, ഭയങ്കര ലെവലായിട്ടുള്ള കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിന് വേണ്ടി ആൾക്കാർ ബിൽഡിംഗ് വരെ എടുത്തിട്ട് അതിനകത്ത് കുറേ കമ്പ്യൂട്ടറൊക്കെ ഇട്ടിട്ട് അത്രയും ഉപയോഗിച്ചൊക്കെയാണ് മൈനിങ്ങിൽ സക്സസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ ഈ മൈനിങ്ങിന് പൂളുണ്ട്, ബിറ്റ് കോയിൻ പൂൾ എന്ന് പറയും. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറേ പേരുടെ കമ്പ്യൂട്ടർ എല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ചാൻസ് ചിലപ്പോൾ കിട്ടുമല്ലോ. പക്ഷെ പൂളിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആയി പോകും. ഇപ്പോൾ ഒരാൾ സ്വന്തമായിട്ടൊരു ഇങ്ങനെ ഉണ്ടാക്കണ പോലെ അല്ലല്ലോ പൂളിൽ എല്ലാവർക്കും ഷെയർ പോകും. ഇപ്പോൾ ഇത്തിരി ഇത്തിരി കിട്ടുള്ളൂ. എന്നാലും ഇതൊരു വലിയൊരു എമൗണ്ടാണ്. ഇപ്പോൾ 7.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആരെങ്കിലും ചോദിച്ചിട്ട് നോക്കുക. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം ഫാക്റ്റുകളാണ്. ഇപ്പോൾ ഇത്ര ആയിരുന്നൊരു സാധനം ഇപ്പോൾ ഇത്രയും വിലയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും ബിറ്റ് കോയിൻ എന്താണ്, അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ഓരോരുത്തരൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം ബിറ്റ് കോയിൻ എന്താണ്, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.